The Inevitable Creators ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള എല്ലാ കമൻസും ഇതിൻ്റെ താഴെ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോസ് അതിനനുസരിച്ച് ഞങ്ങൾ കുറച്ചും കൂടെ മാറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ വരുന്ന ഫുഡ് റിവ്യൂ വന്നിട്ട് തിരുവനന്തപുരം കേശവദാസപുരത്തെ അയ്യേഴ്സ് കിച്ചണിലെ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. മസാല ദോശയും ഒരു സെറ്റ് പൂരിയും 2 ഏത്തക്കാപ്പമാണ് നമ്മുടെ ഇന്നത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ്. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എന്നൊക്കെ നോക്കാം. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സാധനമൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അതുപോലെ ഞാനത് എടുക്കാനുള്ള പ്ലേറ്റ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുമ്പ് നമുക്കിതെല്ലാം ഒന്നെടുത്ത് പുറത്ത് വയ്ക്കാം. കേശവദാസപുരത്ത് അയ്യേഴ്സ് കിച്ചണിൽ നിന്ന് നമ്മൾ മുന്നേ പനീർ ദോശ വാങ്ങിയിട്ടുണ്ട്. പനീർ ദോശയും സാമ്പാർ വടയല്ലേ, അതിന്റെ വീഡിയോ ഞങ്ങൾ തൊട്ട് മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ നല്ല ഫുഡായിരുന്നു. എസ്പെഷ്യലി സാമ്പാർ വടയും ആ പനീർ ദോശ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പനീർ ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ അവരുടെ ഈ മസാല ദോശയും പൂരിയൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് നമുക്ക് നോക്കാം. ഇത് ഏത്തക്കാപ്പ തോന്നുന്നു, ഇത് പിന്നെ എടുക്കാം. നമുക്ക് ആദ്യം മസാല ദോശ എടുക്കാം. അല്ല, ഇതാണെന്ന് തോന്നുന്നു മസാല ദോശ. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. മസാല ദോശ തന്നെ ആദ്യം നോക്കാം. നീ ഈയിടെ ഇച്ചിരി തടി വയ്ക്കുന്നുണ്ടോ എന്നുണ്ടോ? എങ്ങനെയെങ്കിലും കുറച്ച് വണ്ണം വെക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ മസാല ദോശ. ചൂടൊക്കെ പോയി, തണുത്ത് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ. അത് വേറൊന്നുമല്ല, വന്നിട്ട് കുറച്ച് നേരം ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വരാൻ കുറച്ച് നേരമായി. അതുകൊണ്ട് ചൂടോടെ കഴിച്ചാൽ ഇതിനൊക്കെയുള്ള ഒരു ടേസ്റ്റ് ഉള്ളു. എനിക്ക് എല്ലാ ഫുഡും ചൂടോടെ കഴിക്കണതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. തണുത്ത് പോയാൽ എനിക്ക് ഭയങ്കര പാടാണ്. എന്നാൽ വിനു നേരെ തിരിച്ചാണ്. വിനുവിന് തണുത്ത ഐസ്, ചായയൊക്കെ തണുത്ത ഐസ് പോലെ ആയാലും വിനു കുടിക്കും. എനിക്ക് ചായക്ക് ചൂടില്ലാതെ കുടിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എനിക്ക് ഫുഡൊക്കെ ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കത്തില്ലേ സദോശ, അപ്പം അതൊക്കെ ഞാൻ അപ്പോഴത്തന്നെ ഉണ്ടാക്കിയാൽ അപ്പോഴത്തന്നെ കഴിക്കാൻ എനിക്കിങ്ങനെ വെച്ചിരുന്ന് തണുത്ത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് അങ്ങനെ അങ്ങ് തണുത്ത് പോയെന്നല്ല, ആ ഒരു നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫ്രഷായിട്ട് എടുത്ത് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ചൂട് കാണുമല്ലോ, അതില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇത് പൂരിയുടെ മസാലയാണ്. കട്ട് ചെയ്തത് മാറിപ്പോയി. നമുക്ക് സാമ്പാറായിരിക്കും അല്ലേ? സാധാരണ ഇതിൽ വെള്ള ചമ്മന്തി ഉണ്ട്. ചമ്മന്തി ഇതെന്തുവാ? ഇതെന്താണ്? എന്തായിരിക്കും, എന്താ പറയത്തില്ല. നമുക്ക് സാമ്പാർ ഒഴിക്കാം. സാമ്പാറിന് കളർ കുറവാണെന്നല്ലേ? ഇവിടെ നിന്നല്ലേ നമ്മളത് സാമ്പാർ വടയുടെ സാമ്പാർ അടിപൊളിയായിരുന്നു. സാമ്പാർ വടയുടെ സാമ്പാർ ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, പറയാതെ നിവർത്തിയില്ല. ഇത്ര ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് മസാല ദോശ ഒന്ന് കഴിച്ചു നോക്കാം. കഴിച്ചോട്ടെ. ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നത് കൊള്ളാം, ബാക്കി വെച്ചേക്കണം. ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോവാലോ. നീ പോയി അവസാനം എനിക്കൊന്നും കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെയുണ്ട്. സാമ്പാർ അടിപൊളി. നീ ആ ദോശക്കകത്ത് മസാലയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി. അത് കഴിക്കാം. സാമ്പാർ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ ഈ കളർ കണ്ടപ്പോൾ കളർ കുറച്ച് കുറവ്, മീൻസ് നമ്മൾ സാധാരണ സാമ്പാറിന് കളർ കുറച്ച് വ്യത്യാസം തോന്നി. പക്ഷെ അടിപൊളി സാമ്പാറാണ്. ഇനി നമുക്ക് ഈ മസാല ദോശയുടെ മസാലയും ദോശയായിട്ട് കഴിച്ചു നോക്കാം. വീട്ടിൽ ഉണ്ടാക്കുന്നതല്ലേ? ഒരു കടയിൽ നിന്ന് വാങ്ങിയ കളറൊന്നും ഇല്ലാതെ നോർമലായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ റേറ്റ് പറഞ്ഞിട്ടില്ല. ഈ മസാല ദോശയുടെ റേറ്റ് 80 റുപ്പീസാണ്. ഇപ്പം വിത്ത് സാമ്പാർ, വിത്ത് വെള്ളച്ചമ്മന്തി, വിത്ത് എന്തോ സാധനം. പിന്നെ ഒരു കാര്യമുണ്ട്,
80 രൂപ ഇപ്പം ഒരുവിധപ്പെട്ട ഞങ്ങള് മിക്കയിടത്തും നമ്മൾ അന്നൊക്കെ പുറത്ത് 90 രൂപയുണ്ട് 110 മസാല ദോശക്ക്. പുറത്ത് ഞങ്ങൾ എപ്പോഴും നമ്മൾ എവിടെയൊക്കെ പോയിട്ട് നമ്മൾ വെജിറ്റബിൾ ഹോട്ടലിൽ പോയി ഈ മസാല ദോശ നെയ്റോസ് കഴിച്ചപ്പോൾ 80 രൂപ 90 രൂപയൊക്കെ തന്നെയാണ് അവിടുത്തെ റേഞ്ച്. അപ്പം അതിൽ കുറച്ച് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ആര്യാസിലൊക്കെ റേറ്റ് കുറച്ചും കൂടെ കൂടുതലാണ്. ഇപ്പം 80 കുറച്ച് അത്യാവശ്യം നല്ല ഹോട്ടലുകളിൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. സാമ്പാർ രക്ഷയില്ല. എനിക്കത് കണ്ടിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന അതാണ് ഈ രണ്ട് സംഭവം കണ്ട് നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന മസാല ദോശയുടെയൊക്കെ ഒരു ഇത് എനിക്ക് തോന്നുന്നു ഇത് പാക്ക് ചെയ്തൊക്കെ വന്നതല്ലേ, അതുകൊണ്ടായിരിക്കും നമ്മളങ്ങനെ പാക്ക് ചെയ്ത നിറം മാറും. എന്ത് പറയുന്നു? നിറത്തിന്റെ അല്ല ഞാൻ പറഞ്ഞ ഒരു സ്ട്രക്ചറിന്റെ കാര്യം പറഞ്ഞു. അവിടെ ഇങ്ങനെ മസാല ദോശ ഇങ്ങനെ അവിടെ ആകുമ്പോ മറ്റേ സ്റ്റിഫായിട്ടിരിക്കും. നെയ്റോസൊക്കെ ആണെങ്കിൽ മറ്റേ റോക്കറ്റ് പോലെ കൊണ്ട് തരത്തില്ല. അത് വേറെ, അത് റോക്കറ്റ്. അല്ല ഞാൻ പറഞ്ഞ ആ ഒരു ക്രിസ്പിനെസ്സും കാര്യങ്ങളൊന്നും അതുണ്ടാവും. കാരണം ഇത് പാക്ക് ചെയ്ത് ഇത്ര നേരമായി. അതല്ലേ ഞാനും പറഞ്ഞോണ്ടിരിക്കണ. അതൊക്കെ നമുക്ക് അവിടെ ചെന്നാലേ കിട്ടും. നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അതെന്താ ഞാൻ പറഞ്ഞ പിടിക്കില്ലേ? അതല്ല നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ കർച്ചീഫ് ഉണക്കി ഇരിക്കും. കുറച്ച് തണുത്ത് പോയാൽ പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ്. ഇനി ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഒറ്റയ്ക്ക്. ഹോട്ടലിന്റെ മുതലാളി കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് പൂരി മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൂരി മസാല അല്ലേ? പൂരി മസാല അല്ല, പൂരി സെറ്റ് അല്ലേ? ഒരു സെറ്റ് പൂരി, ഒരു സെറ്റ് പൂരിക്കകത്ത് സ്വാഭാവികം 3 എണ്ണം. ഇതിനും പലയിടത്തും പല പേര് പറയുന്നുണ്ട്. എന്തോ പൂരിക്ക്? പൂരിക്ക് ആരും പല പേര് പറയും. ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാരും പൂരിക്ക് പൂരി തന്നെ, അല്ല പൂരി ഭാജി, പൂരി മസാല എന്നൊക്കെ തന്നെ. അതെന്നെ പറഞ്ഞു. പൂരി സെറ്റ്, പൂരി മസാല, അങ്ങനെ പലയിടത്തും അത് പറയാം. ഞാൻ വിചാരിച്ചു പൂരിക്ക് പുതിയ ഏതോ പേരുണ്ടെന്ന് പറയുമോ. നമുക്ക് പൂരിയുടെ മസാല ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ച് കഴിച്ചു നോക്കാം. ഞാൻ ഫുള്ളിപ്പോൾ തട്ടിയിടുവാണ്. ഇതും നമ്മൾ മറ്റേ വീട്ടിൽ ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് കറി കണ്ടിട്ടുണ്ട്. എല്ലാം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ. അല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചിലതിന് നിറം കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവർ അധികം കളറൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ പല കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും മിക്കവാറും ഒരു 80% കടകളിലും കളർ വ്യത്യാസം കാണും. കൂടുതലായിരിക്കും, കളർ കൂടുതലായിരിക്കും. കുറച്ച് അട്രാക്ഷൻ വേണ്ടിയിട്ട് എല്ലാവരും കളർ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യാറുണ്ട്. ഈ പൂരിയുടെ ഇതിനാണെങ്കിലും സാമ്പാറിനാണെങ്കിലും ഒരു സാമാന്യം കുറച്ചും കൂടെ ഒരു റെഡിഷ് ഷെയ്ഡ് വരാറുണ്ട്. റെഡിഷ് അല്ല, കുറച്ചൊരു മസാല സ്പൈസിനെസ് തോന്നിക്കുന്ന ഒരു ഷെയ്ഡ് വരാറുണ്ട്. ഓറഞ്ച് കളർ അങ്ങനെ കളർ. പിന്നെ ഇതിനൊക്കെ കുറച്ചും കൂടെ ഒരു നല്ലൊരു യെല്ലോ, ഈ മഞ്ഞപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്ന ഒരു മഞ്ഞപ്പൊടിയാണോ ഇനി മഞ്ഞ കളറാണോ മഞ്ഞപ്പൊടിയാണോ മഞ്ഞ കളറാണോ അറിയത്തില്ല. അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹോട്ടൽ. അവരുടെ മനസ്സിന്റെ ധർമ്മം കണക്കി ഇരിക്കും, നമുക്കതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കത്തില്ലേ, ആവശ്യത്തിന് പിന്നെ ഇതിന്റെ അകത്തോട്ട് ഇറക്കി വൈ ഫോൺ. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മള് വീട്ടിലുണ്ടാക്കുന്ന സെയിം ആണ് കേട്ടോ. ടേസ്റ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും നമുക്ക് നോക്കാം. പൂരി എല്ലാം ഇതായിപ്പോയി, അതിന്റെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന സംഭവമൊക്കെ പോയി. പാക്ക് ചെയ്ത് വന്നിട്ട് കുറച്ച് നേരം വേണം. അതുകൊണ്ട് മാഡം കഴിക്കൂലായിരിക്കും? കഴിക്കും. ഭക്ഷണമാണ് നമ്മൾ ഭക്ഷണത്തിന്. വേറെ കാര്യം പറയാൻ മറന്നു. ഇന്ന് നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന ദിവസം വേൾഡ് ഫുഡ് ഡേ ആണ്. അതറിഞ്ഞ ഞാൻ കുറെ കൂടെ ഫുഡ് കഴിക്കാറുണ്ട്. അത് പറഞ്ഞു നന്നായി. അപ്പൊ എല്ലാ ഫുഡും ഞാൻ തന്നെ കഴിക്കണല്ലോ ഈശ്വര. അല്ലെങ്കിൽ പിന്നെ നീ കഴിക്കാത്ത കണക്ക് പിന്നെ കഴിക്കണ അതായത് പറയാം. അപ്പൊ നമ്മുടെ പൂരി സെറ്റിന്റെ റേറ്റ് 60 രൂപ. 3 പൂരി സെറ്റ്, 3 പൂരി. ഒരു സെറ്റിനകത്ത് 3 പൂരി സെറ്റ് അല്ല, ഒരു സെറ്റ് പൂരി 3 എണ്ണം ഉള്ളത്. ഒരു സെറ്റ് പൂരി 3 എണ്ണം ഈ വലിപ്പത്തിലുള്ള. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ചില കടകളിൽ ഒരു സെറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ 2 പൂരിയെ കിട്ടാറുള്ളൂ. ചില കടകളിൽ 2 പൂരി കിട്ടാറുള്ളൂ. ഇത് 3 എണ്ണം ഉണ്ട്, 60 രൂപ. അത്യാവശ്യം നല്ല രീതിയിൽ കറിയുണ്ട്. എനിക്ക് തോന്നും ഞാനാണ് ഈ 3 പൂരി കഴിച്ചാൽ ഈ കറി അതുപോലെ ഇരിക്കും. ഞാൻ ജസ്റ്റ് തൊട്ടൊക്കെ എടുക്കത്തേ ഉള്ളൂ. നീ കഴിക്കണ്ട, അത് കുഴപ്പമില്ല, കഴിച്ചോളാം. അപ്പൊ സാധാരണ കറിയൊക്കെ ഒരുപാട് കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് സമയം വേസ്റ്റ് ചെയ്യേണ്ട, പൂരി കഴിച്ചു നോക്കാം. അല്ലാതെ ആക്രാന്തം കൊണ്ടല്ലേ. ഈ ക്യാമറ അങ്ങോട്ട് ഓഫ് ചെയ്യണം, അപ്പൊ കാണാം ഉള്ള കഴിപ്പ് എങ്ങനെയാണ്. ഇപ്പൊ എന്ത് മാന്യ മര്യാദയായിട്ടിരുന്ന് കഴിക്കുന്നു. കൊള്ളാം. നമ്മൾ ആര്യാസിലും അല്ലെങ്കിൽ സാധാ ചെറിയ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കത്തില്ലേ ആ ടേസ്റ്റ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഇല്ലെന്നല്ല. കൊള്ളാം, കുറ്റം പറയാനൊന്നുമില്ല. കുറച്ച് ഇതുണ്ടല്ലേ എന്നുവെച്ചാൽ സാധാരണ മറ്റേ പൂരി എന്ന് പറയുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് പേപ്പർ കണക്ക് നൈസായിട്ടിരിക്കും. അത്ര നൈസാണ്. അതല്ല, ചിലടത്ത് തണുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിരിക്കും പൂരി. പക്ഷെ ഇത് അങ്ങനെയല്ല, നല്ല ഇതായിട്ട് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ലെയറും കൂടുതലുണ്ടെന്ന്. ലെയർ ഇല്ല, 2 ലെയർ.
ഇങ്ങനെ തന്നെയാണ്. പക്ഷെ കണ്ടപ്പം ഇച്ചിരി ഇത് തോന്നുന്നു. ഇല്ല, പക്ഷെ നമുക്ക് പൂരി നന്നായിട്ട് തണുത്ത്, മസാല ദോശയുടെ ആണെങ്കിൽ പൂരി നല്ല രീതിയിൽ തണുത്ത് പോയിട്ടുണ്ട്. പക്ഷെ ആ പൂരിയുടെ ആ ഒരു സോഫ്റ്റ്നെസ് പോയിട്ടില്ല. ചിലടത്ത് നമ്മൾ അവിടെ കഴിക്കാൻ ചെന്നാൽ പോലും അവർ കൊണ്ട് ഇടുമ്പോഴത്തേക്ക് ഇത് തണുത്തിരിക്കുകയാണെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും, കുറച്ച് ക്രിസ്പിനെസ് ആയിരിക്കും, ഇനി നമുക്ക് പാടായിരിക്കും ചവയ്ക്കാൻ. പക്ഷെ ഇതങ്ങനെയല്ല, നല്ല സോഫ്റ്റ് ആണ്. അപ്പം തണുത്ത് പോയാലും നമുക്ക് കഴിക്കാം. ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞ ഏത്തക്കാപ്പം, വാഴക്കാപ്പം, പഴംപൊരി. നമുക്കിനി ഈ ഏത്തക്കാപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം കേട്ടോ, നല്ല പഴുത്ത പഴമാണ്. ചെറുത്ത് നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര പച്ചപ്പഴം തരും. ഇത് ഒന്നിൻ്റെ റേറ്റ് 10 രൂപയാണ്. സാധാരണ നമ്മൾ ചായക്കടയിലൊക്കെ പോകുമ്പോഴത്തേക്ക് 7 രൂപയ്ക്കും 8 രൂപയ്ക്കും കിട്ടാറുണ്ട്. പക്ഷേ ഇത് 10 രൂപയെന്ന് പറയാനായിട്ട് നല്ല വലിപ്പമുള്ള ഏത്തക്കാപ്പണം, നല്ല സൈസുണ്ട്. ഒരു ചായം കഴിച്ചാൽ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ഫുഡായി. അതുകൊണ്ട് 10 രൂപയ്ക്ക് നമുക്ക് നഷ്ടവും നല്ല നല്ല പഴുത്ത പഴം, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റും ആണ്. ഇനി നമുക്ക് അന്ന് ഞാൻ പറഞ്ഞിട്ട് വിനോദ് സാറ് പറഞ്ഞു ഫുഡിനെ റിവ്യൂ ചെയ്യണമെന്ന്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാൾസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 2-3 പൂരിയുടെ റേറ്റ് പറഞ്ഞു. പൂരിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു സെറ്റ് പൂരി 60 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞോണ്ട് വന്നത് വിനോദ് സാറ് പറഞ്ഞായിരുന്നു, ഇപ്പം നമ്മൾ ഇതുപോലെ 2-3-4 ഐറ്റം വാങ്ങുമ്പോഴത്തേക്ക് ഓരോ ഐറ്റത്തിന് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാൾസ് കൊടുക്കണമെന്ന് സാറ് ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് 3 ഐറ്റം, ഇത് നമ്മൾ ഇതിന്റെ കൂടെ വരുന്നതല്ല കേട്ടോ, ഇത് കോംബോയിൽ വരുന്നതൊന്നുമല്ല, അല്ലാതെ വരുന്നതല്ല, ഇത് നമ്മൾ സെപ്പറേറ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് റേറ്റിങ്ങിലോട്ട് നോക്കാം. നമുക്ക് ഇതിന് എത്ര റേറ്റിംഗ് കൊടുക്കാം? 4 കൊടുക്കാം അല്ലേ? 4 കൊടുക്കാനുള്ള ഭാഗ്യമുണ്ട്. കാര്യം നല്ല ടേസ്റ്റ് ഉണ്ട്, പഴുത്തതാണ്, ടേസ്റ്റ് ഉണ്ട്, നല്ല വലിപ്പമുണ്ട് കേട്ടോ. 10 രൂപയുടെ സാധനമുണ്ട്. സാധാരണ നമ്മുടെ ചായക്കടയിലൊക്കെ ഞാനിത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിച്ചാൽ നമ്മൾ സാധാരണ ചായക്കടയിൽ ഒരു ഏത്തപ്പഴത്തിന് അവർ 4-5 ആയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ ചെയ്യണം. പക്ഷെ ഇത് അകത്ത് ഒരു പഴത്തിന്റെ പകുതിയോളം ഉണ്ട്. എന്താണെന്നറിയോ, അവർക്ക് 7 രൂപയ്ക്കും 6 രൂപയ്ക്കൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലേ പറ്റൂ. ഒരു കിലോ പഴത്തിന് നല്ല റേറ്റ് ഉണ്ട് ഇപ്പൊ. ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10 രൂപ അവർ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പഴവും ഉണ്ട് ഇതിന് ഉള്ളില്. അപ്പൊ ഇത് നമുക്ക് ഏത്തക്കാപ്പത്തിന് ഔട്ട് ഓഫ് 5 4 സ്റ്റാർസ് കൊടുക്കാം. നല്ല സാധനമാണ്. ഇനി നമുക്ക് പൂരി മസാല എത്ര കൊടുക്കാം? പൂരി മസാല നമുക്ക് 3.7. പൂരി മസാല നമുക്കൊരു 3.7 കൊടുക്കാം. കാര്യം എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഭയങ്കര സംഭവമൊന്നുമല്ല, കുഴപ്പമില്ല. നമ്മുടെ എല്ലായിടത്തും ഇതിൽ നിന്ന് ഭയങ്കര ടേസ്റ്റ് മീൻസ് ഇതിൻ്റെ ഈ ഒരു ലെവലിൽ തന്നെയൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളിടത്തുനിന്ന് മിക്കയിടത്തുനിന്നും കഴിച്ചിട്ടുള്ള ഈ ഒരു ടേസ്റ്റ് ഒക്കെ ഉള്ളതാണ്. എക്സ്ട്രാ ഓർഡിനറിന്നോ ഭയങ്കര സംഭവം എന്നൊന്നും പറയാനില്ല. എന്തുകൊണ്ടാണ് 3.7 കൊടുത്തെന്ന് പറഞ്ഞാൽ 60 രൂപയുള്ളൂ. 60 രൂപയ്ക്ക് ഒരു സെറ്റ് ഒരു 3 പൂരി അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാം, വൈകുന്നേരത്തെ ആഹാരമായിട്ട് കഴിക്കാൻ ഒരാൾക്ക് ഓക്കെയാണ്. ഇനി നമ്മുടെ മസാല ദോശയുടെ സാമ്പാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി സാമ്പാറാണ്. ഈ മസാല ദോശ അതിൽ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ സാമ്പാറിനെ കുറിച്ച് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് നമുക്കൊരു 3.7 റേറ്റിംഗ് കൊടുക്കാം. വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ വില വന്നിട്ട് 80 രൂപയാണ്, 80 റുപ്പീസാണ്. 80 റുപ്പീസ് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരുവിധപ്പെട്ട എല്ലാ ഹോട്ടലിലും 80 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യാറ്. അത് വെച്ച് നോക്കുമ്പോൾ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല, കുറവൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് കുറഞ്ഞ റേറ്റിന് കിട്ടുന്ന കടകളുണ്ട്. പക്ഷെ നമ്മൾ കഴിച്ച ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് പലയിടത്തുനിന്ന് കമ്പയർ ചെയ്ത് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ 80 രൂപയ്ക്ക് ഇത് കുഴപ്പമില്ല, തിരക്കേടില്ല. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റേറ്റിങ്ങും ഫുഡ് റിവ്യൂ ഒക്കെ. പിന്നെന്താ പറയാനാ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഫുഡ് ട്രൈ ചെയ്ത് നോക്കണം. അഫോർഡബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐയേഴ്സ് കിച്ചൺ, കേശവദാസപുരത്തുള്ള ഐയേഴ്സ് കിച്ചൺ ലൊക്കേഷൻ അഡ്രസ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്.
അഡ്രസ്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് റിവ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു, റിവ്യൂ കണ്ടു, ക്വാണ്ടിറ്റി കണ്ടു, ക്വാളിറ്റി കണ്ടു, സ്റ്റാറ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും നോക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിന് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ്. ആ ഫുഡിൻ്റെ അകത്ത് മട്ടൺ ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാൾ സന്തോഷമാകത്തില്ലേ? ഇപ്പം 50 രൂപയുടെ ഉള്ളിൽ നമുക്ക് ഇതെല്ലാം ഉൾപ്പെട്ട അടിപൊളിയായിരിക്കത്തില്ലേ? അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയാണ് നോക്കുന്നത്. ഇത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരിടം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും കുറച്ച റേറ്റിൽ ഏറ്റവും നല്ല ഫുഡ്, ഏറ്റവും ക്വാണ്ടിറ്റി ഉള്ള ഫുഡ് കഴിക്കാനേ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ നോക്കത്തുള്ളൂ. അങ്ങനെ നോക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 60 രൂപ 70 രൂപയൊക്കെ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അല്ലെങ്കിൽ ഒരു നേരം രാത്രി ഡിന്നർ കഴിക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 60 രൂപ 70 രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് ഫുഡ് കിട്ടാം, ടേസ്റ്റി ആയിട്ടുള്ള എന്ത് ഫുഡായിരിക്കും, അല്ലെങ്കിൽ ആ ഫുഡിന് എന്തോരം ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇത്രയും വലിച്ചു നീട്ടുന്നത്. ആർക്കും ബോർ അടിക്കില്ല എന്ന് വിചാരിക്കുന്നു. ബോർ അടിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞാലേ മനസ്സിലാവും, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഇതെല്ലാം ഹോട്ടലിലെ റേറ്റ്സ് ആണ് പറയുന്നത്. 80 രൂപ മസാല ദോശ, ഒരു സെറ്റ് പൂരി 60 രൂപ, ഏത്തക്കാപ്പം ഏത്തക്കാപ്പം 10 രൂപ, അങ്ങനെ രണ്ടെണ്ണം 20 രൂപ. ഇതെല്ലാം ഹോട്ടൽസിലെ റേറ്റ് ആണ്. ഓൺലൈൻ വഴി നിങ്ങൾ ഏതെങ്കിലും ആപ്സ് വഴി വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ ഓഫേഴ്സ് കിട്ടും. ഇപ്പം നമ്മളിതെല്ലാം കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് 100 രൂപയ്ക്കും 110 രൂപയ്ക്കൊക്കെ കിട്ടുന്ന സാധനമായിരിക്കും ഇത് മൂന്നും കൂടെ സെറ്റായിട്ട് ഓൺലൈനിൽ. അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ആപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നമ്മളിപ്പോൾ ഹോട്ടലിലെ റേറ്റ് പറയുന്നത് ഇപ്പോൾ പുറത്ത് പോയി ഒരാൾ കഴിക്കുകയാണെങ്കിൽ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് വഴിയിൽ നിന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും ഓൺലൈനിൽ കഴിക്കണമെന്നില്ല. പെട്ടെന്നൊരു ആ ഹോട്ടലിനടുത്ത് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പോയി ഹോട്ടലിൽ കഴിക്കുമ്പോൾ ആ റേറ്റും കൂടെ അറിഞ്ഞിരിക്കണം. കാര്യം നമ്മളെല്ലാം ഓൺലൈനിലെ റേറ്റ് പറയുവാണെങ്കിൽ ഇപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ റേറ്റ് കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഡബിൾ റേറ്റ് ആയിരിക്കും. അതല്ല, ഓൺലൈൻ ആപ്പിലൊക്കെ ഡെയിലി ഓരോ റേറ്റ് ആണ്. ഒന്നും ഓഫർ അനുസരിച്ചിരിക്കും, ഓരോ ദിവസത്തെ ഓഫർ അനുസരിച്ച്. അതുകൊണ്ടാണ് ഒറിജിനൽ റേറ്റ് പറയുന്നത്. ഹോട്ടലിലെ മെനു റേറ്റ് പറയുന്നതെന്ന് വെച്ചാൽ ആ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റേറ്റിലാണ് ഈ ഇത്രയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുള്ള സാധനം കിട്ടുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള സാധനങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. നമ്മൾ ഒരുപാട് വിലയുള്ള ഒരു സാധനങ്ങളും നമ്മൾ മീൻസ് കൂടുതൽ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് റിവ്യൂ ചെയ്യാറ്. കാരണം വെച്ചാൽ എല്ലാവർക്കും കുറച്ച് ചെറിയ ചെറിയ എമൗണ്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇനിയും വലിച്ച് നീട്ടുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ. ശരിയാക്കിയാ അറിയാനുണ്ട്. അമ്മി കോമളത്തെ കാണുന്നുണ്ട്. എന്താ എന്ത്